പ്യാരി ബച്ചോ നമസ്തേ. അപ്പോൾ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ഭാഗമാണ് എടുത്തത്. അത് ഞാൻ ക്ലാസ്സിൽ ഒന്ന് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് MB കൂടുതലൊക്കെയാണ്, എന്നാലും എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ റെസ്പോൺസിൽ നിങ്ങൾ അത് ഉത്തരം എഴുതി അയച്ചപ്പോൾ ചിലരൊക്കെ ചില തെറ്റുകളൊക്കെ തോന്നി. അപ്പൊ ഒന്നും കൂടി അത് വളരെ വേഗത്തിൽ ഞാൻ പറയുന്നത്, കാരണം കുറെ സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് MB താങ്ങൂല. അപ്പൊ നിങ്ങൾക്ക് പിന്നെ അത് മൊബൈലിൽ കാണാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറയും. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഒന്നാമത്തെ പാഠത്തില് ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ആദ്യം പറഞ്ഞ 2 പ്രവർത്തനം, ഒന്ന് ബദായി കാർഡ് ലേഖൻ, രണ്ടാമത്തെ ഒന്ന് നിമന്ത്രൺ പത്ര ലേഖൻ. ബദായി കാർഡ് എന്ന് പറഞ്ഞാൽ ആശംസാ കാർഡ് തന്നെയാണ്. ആശംസാ കാർഡ് കാണാത്ത ഒരാളും ഇല്ല നമ്മളാണ്, ഉണ്ടോ? എല്ലാവരും ആശംസാ കാർഡ് കണ്ടിട്ടുണ്ടാവും. കാരണം ന്യൂ ഇയറിന്, ബർത്ത്ഡേക്ക്, പിന്നെ ഓണത്തിന്, പെരുന്നാളിന്, ക്രിസ്മസിന്, ഇതിനൊക്കെ എന്താണ് ഇന്ന് ഈ കാലഘട്ടത്തിനാണ് ആശംസാ കാർഡ് ഉണ്ട്. അപ്പൊ ബദായി കാർഡ് നിങ്ങൾ തുറന്നു നോക്കിയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഒരു ആശംസാ കാർഡ് നിങ്ങൾ ഗ്രീറ്റിംഗ് ആയിട്ട് നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങൾ തുറന്നു നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വളരെ മനോഹരമാണ് അതിലെ ആ ചിത്രങ്ങൾ വരെ എടുത്തു. അത് തന്നെയാണ് ആ ബദായി കാർഡിന്റെ പ്രത്യേകത. കാരണം ഒരു ആശംസാ കാർഡ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഴുത്തോ ചിത്രങ്ങളോ ഒക്കെ ആയിരിക്കും അതിലുണ്ടാകും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളതും അത് തന്നെയാണ്. അപ്പൊ വേറെ അതിൽ സംശയിക്കൊന്നും വേണ്ട. അപ്പൊ നമ്മൾ എഴുതുമ്പോഴും ആ കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാകുന്നതെന്ന് ആദ്യം നമ്മുടെ മനസ്സിൽ ധാരണ വേണം. അത് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിൽ എന്തെല്ലാം ഉണ്ടാകണം എന്നുള്ള അടുത്ത ചോദ്യം. അതിലുണ്ടാകേണ്ട കാര്യം ഞാൻ വേറെ ഞങ്ങൾക്ക് എഴുതുന്നിരുന്നു, അത് ഒന്നും കൂടി പറയുകയാണ്. അതിൽ നമുക്ക് ഉണ്ടാകേണ്ട കാര്യം, ഒരു ബദായി കാർഡിൽ നമുക്ക് സംബോധന വാക്യം, ഞാൻ വ്യക്തമായിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സംബോധന വാക്യം എന്ന് പറഞ്ഞാൽ ഒരു ബദായി കാർഡിൽ മാത്രമല്ല, പിന്നെയോ നിങ്ങൾ റോട്ടിൽ കൂടി ഒരു അനൗൺസ്മെന്റ് പോകാൻ വേണ്ടിയിട്ട് ആ അനൗൺസ്മെന്റ് എന്തിന്റെ ആയിക്കോട്ടെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇനി പന്ത് കളിന്റെ ആണെങ്കിൽ എന്താ പറയാ, പ്രിയ കലാസ്നേഹികളെ അല്ലെങ്കിൽ ഫുട്ബോൾ സ്നേഹികളെ. ഒരു വാർഷികത്തിന്റെ ഗാനമേളന്റെ എന്താണ് ഈ നാട്ടിലെ നല്ലവരായ കലാസ്നേഹികളെ. ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ അനൗൺസ്മെന്റ് പറഞ്ഞത്. രാഷ്ട്രീയക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇലക്ഷൻ വന്നു കഴിഞ്ഞാല് ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ വോട്ടർമാരെ കേട്ടില്ല നിങ്ങൾ. ഈ സംഗതിയാണ് ഈ സംബോധനാവാക്യം എന്ന് പറഞ്ഞാൽ. വേറെ ഈ സംബോധനാവാക്യം എന്നൊരു ഹിന്ദിയിൽ ഒരു വാക്കിന് കേൾക്കുമ്പോൾ നിങ്ങൾ ബേജാറാണ്ട ആവശ്യമില്ല. കാരണം സംബോധനാവാക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കുമ്പോൾ നമ്മളിപ്പോ കത്ത് എഴുതുകയാണ്, അങ്ങനെ എന്തിനൊക്കെയാണ് പ്രിയപ്പെട്ട ഇന്നാക്ക്, ജ്യേഷ്ഠന് അല്ലെ അനിയന്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിതാവ്, അല്ലെങ്കിൽ ആദരണീയനായ ഇന്നാക്ക് ഒക്കെ, അതൊക്കെയാണ് ഈ സംബോധനാവാക്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഒരു ആശംസാ കാർഡ് എഴുതുമ്പോഴാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെ എഴുതുള്ളൂ. അവിടെ നമ്മൾ ബഹുമാനപ്പെട്ടതെന്ന് പറയേണ്ട ആവശ്യം, നമ്മളെ ഒപ്പമുള്ള ആൾക്കാർ തന്നെയാണ്. അതിന്റെ സ്ഥലം മാറുമ്പോഴാണ് അതിന്റെ വാക്ക് മാറുക. ഞാൻ പറഞ്ഞു, സന്ദേശവാക്യം ആയാലും കത്തായാലും ഏത് സംഗതി ആയാലും സംബോധനാവാക്യം ഒരുപാടുണ്ട്. പ്രിയമിത്രണ്ട്, ആദരണീയുണ്ട്, സവിനയുണ്ട്, സാദറുണ്ട്. ഇതൊക്കെ ഞാൻ പ്രയോഗങ്ങളാ മാത്രമേ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം ഒന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ വലിയ ക്ലാസ് എത്തുമ്പോൾ ഇത് പഠിക്കും. അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമുക്ക് പ്രിയമിത്ര, മിൻഹ, പ്രിയപ്പെട്ട കൂട്ടുകാരി മിൻഹ അതിലെ, അല്ലെ പ്രിയമിത്ര സാജർ ആയോ, അത്രേ ഉള്ളൂ. അപ്പൊ സംബോധനാവാക്യം കഴിഞ്ഞു. അപ്പൊ സംബോധനാവാക്യം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഇതിന്റെ ഇത്രേ ഉള്ളൂ സംഗതി. അടുത്തത് നമുക്ക് വേണ്ടെന്താണ്, സന്ദേശവാക്യമാണ്. സന്ദേശവാക്യം ഇപ്പൊ ന്യൂ ഇയറിനാണ് നിങ്ങൾക്ക് അയക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്തായാലും അയക്കുക. ന്യൂ ഇയറിനാണെങ്കിൽ ഒന്നുമില്ല, എന്താണ്, നയി സാൽ കി ശുഭകാമനായി, ഒരു വരിയായിട്ട് ഞാൻ പറയുകയാണ്, പുതുവർഷത്തിന്റെ ആശംസകൾ. അതെന്നെയാണ് നമുക്ക് എന്താണ് ന്യൂ ഇയർ ആശംസകൾ. നമ്മൾ മലയാളത്തിൽ എഴുതില്ലേ, പുതുവത്സര ആശംസകൾ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതും. അതെന്നെ ഹിന്ദി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ, കഴിഞ്ഞില്ലേ, അത്ര തന്നെ ഉള്ളത്. ശുഭ് വർഷക്ക് ബദായിയ, പുതുവത്സരത്തിന്റെ ബദായിയ. അതിൽ ചെറിയൊരു സംശയം പറക്കും വന്നിട്ട്, ഈ ബദായി എന്ന് പറയുമ്പോ ഞാൻ അതിനിടയ്ക്ക് ഒരു മുബാറക്ക് പറഞ്ഞിരുന്നു. ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞാ പെരുന്നാളിന്റെ ആശംസ എന്നാണ്. പിന്നെ അതിനിടയ്ക്ക് ഒരു ബദായും കൂടി വേണം. അത് കാലുമക്കാലാവും അവരെ പോസ്റ്റുകാലെന്ന് പറഞ്ഞ മതിയോ. അപ്പൊ വേണ്ട. അപ്പൊ നമ്മള് ഈദിന് ഞങ്ങളോട് പറഞ്ഞ ഒരു ഈദിനെയും ഓണത്തിനും ഓരോ ആശംസാ കാർഡ് എഴുതാനാ പറഞ്ഞത്. അപ്പൊ നമ്മള് മുബാറക്ക് എന്തിനേലും എഴുതിണ്ടെങ്കിൽ അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. അപ്പം ഓണം കി ബദായിയ അല്ലെങ്കിൽ ഓണം കി മുബാറക്ക് എഴുതി അത് മതി, വേറെ വേണ്ട. ഓണത്തിന്റെ ആശംസ എന്നായി.
ഓണത്തിന്റെ ആശംസ ആശംസ മറ്റതാകുമ്പോ അപ്പൊ ആ തെറ്റ് നിങ്ങൾ പലരും എഴുതിയവരുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്, അത് തിരുത്തണം. അവസാനം എഴുതേണ്ടത് എന്താണ്? സോറി, അതിന് മുമ്പ് കൂടി ആകർഷക് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെച്ചാലുണ്ടാവും ആകർഷക് എന്നുണ്ടാവും. എന്താ ഈ ആകർഷക് എന്ന് ഉദ്ദേശിച്ചത്? നമ്മൾ ആ എഴുതുന്ന രീതി, ഇപ്പൊ ആ മോളിൽ എഴുതുന്ന വാക്ക് ഇപ്പൊ പ്രിയം എത്തുന്ന ചെറുതാക്കി എഴുതാം. അതിനുശേഷം നമ്മൾ എഴുതുന്ന ആശംസാവാചകം, അപ്പം ഓണത്തിന്റെ ആണെങ്കിൽ എന്താണ് ഓണാശംസകൾ, ഓണം കി ബദായിയ, അത് കുറച്ച് വലുതാക്കി എഴുതാം, അത് കളർഫുള്ളാക്കി എഴുതാം, പല കളറിൽ എഴുതാം. അങ്ങനെ അതാണ് എന്താണ് ആകർഷക എന്ന് പറഞ്ഞ ഒന്നുള്ളത്. പിന്നെ എന്താണ് ചിത്രങ്ങൾ ചേർക്കുക. ചിത്രങ്ങൾ ചേർക്കുമ്പോൾ എന്താണ് വീണ്ടും അത് മനോഹരമാവും. ഞാൻ പറഞ്ഞു ചിത്രങ്ങൾ ചേർക്കാനും എല്ലാവരും ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ കഴിവുള്ള ആൾക്കാരൊന്നും ആവില്ല. അതിനുള്ള എളുപ്പ വഴി എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. നമ്മളെ പേപ്പറിന് 4 മൂല ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ലെന്ന് കൂട്ടാം. അവർക്ക് എളുപ്പ വഴി പറഞ്ഞത് ഒന്നുമില്ല. ഈ മൂലക്കെ കണ്ടോ, ഇവിടെ മൂലക്കെ ഇങ്ങനെ വെച്ചാൽ ആ വെറും പേപ്പറിന്ന് മാറി അതിന് എന്തൊക്കെയോ ഒരു രൂപം കൊടുക്കും. ഇനി ഇതും അല്ലെങ്കിൽ എന്താണ് ഇവിടെ കൊടുക്കുക. ആദ്യം ഒരു വലിയ വര, പിന്നെ ഒരു ചെറിയ വര, പിന്നെ ചെറിയ വര, പിന്നെ ചെറിയ വര. ഇവിടെ അതേമാതിരി ഒരു വലിയ വര കൊടുക്കാം, പിന്നെ അതിന്റെ മുകളിൽ ചെറിയ വര, ചെറിയ വര, ചെറിയ വര, ഇങ്ങനെ ചെറിയ ചെറിയ വര എടുക്കാം. അത് 4 ബോർഡിലും കൊടുക്കാം. അപ്പൊ നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴിയാത്തവരും ഇത് ഭംഗിയാക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞു. ചിത്രം വരയ്ക്കാൻ കഴിയുള്ള ഒരു വിഷയമല്ല, ചിത്രം വരച്ചാൽ മതി. ഏതെങ്കിലും മൂലകൾ എവിടെ സ്ഥലം വെച്ചാൽ അവിടെ വരയ്ക്കാം. ഇല്ലാത്തൊരു ടെക്നിക്കാ പറഞ്ഞാൽ. അപ്പൊ എനിക്കിത് കഴിയില്ലാന്ന് പറഞ്ഞാൽ ആരും ഇരിക്കണ്ട, എല്ലാവർക്കും ഇത് മനോഹരമാക്കാനുള്ള മാർഗമുണ്ട്. അപ്പൊ ഇത് 4 കാര്യം പറഞ്ഞു, സംബോധന പറഞ്ഞു, സന്ദേശം പറഞ്ഞു, മനോഹരമാക്കൽ പറഞ്ഞു, ചിത്രങ്ങൾ പറഞ്ഞു. 4 കാര്യം പറഞ്ഞു മക്കളെ. ഇപ്പൊ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു, ഒന്നുകൂടി പറയാണ്ട്. 4 കാര്യങ്ങൾ പറഞ്ഞു. ആ 4 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ബോർഡിൽ എഴുതുകയാണ്. 4 കാര്യങ്ങളുണ്ട്, 4 കാര്യം ഒന്നുകൂടി ഉണ്ട്, 5 ഉണ്ട്. 4 ഞാൻ പറഞ്ഞല്ലോ, 4 ഞാൻ ഒന്ന് എഴുതി കാണിക്കാണ്. ഒന്നാമത് സംബോധനാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞ സംബോധനാവാക്യം മലയാളത്തിൽ പറയുമ്പോൾ ആ സംബോധന ആണിത്. അവിടെ നമ്മൾ സംബോധന എന്നല്ല എഴുതേണ്ടത്. പ്രിയമിത്ര എന്ന് എഴുതാം, പ്രിയ ആദരണീയ എന്ന് എഴുതാം, സാദരം എന്നറിയാം, വിനയം എന്ന് എഴുതാം. ഒക്കെ ഓരോ സ്ഥലത്തിന് എഴുതാം. അപ്പൊ ആ സംഗതിക്ക് പറയുന്നതാണ് സംബോധനാവാക്യം. എഴുത്തിന് പറയുന്നതാണ് സംബോധന എന്ന് പറയുന്നത്. രണ്ടാമത് സന്ദേശവാക്യം. രണ്ടാമത് സന്ദേശവാക്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ജന്മദിനമാണ് എന്താണ് നമ്മൾ ഇംഗ്ലീഷിലാണ് ഹാപ്പി ബർത്ത്ഡേ പറയും അല്ലെ. ഇവിടെ എന്താണ് ജന്മദിൻ കി ബദായിയ, ജന്മദിന ആശംസകൾ. അത്രേ ഉള്ളൂ. മൂന്നാമത് പറഞ്ഞാല് ആകർഷക്. അതിനെ ഭംഗിയുള്ളതാക്കാം. കാരണം ഞാൻ പറഞ്ഞു സംബോധന എഴുതുമ്പോൾ ഒന്ന് ചെറുതാക്കി എഴുതാം, സന്ദേശവാക്യം കുറച്ച് വലുതാക്കി എഴുതാം, അത് കളർഫുൾ ആക്കാം, പല കളറിൽ എഴുതാം. അതാണ് ഈ ആകർഷകം എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ പിന്നെ വേണമെന്നാണ് ചിത്രം വരയ്ക്കാൻ വേണ്ടിയുള്ള ഞാൻ നേരത്തെ വരച്ച് കാണിച്ചു. ആ വരച്ച് കാണിച്ചാണ് അത് ചിത്രം വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അവസാനം ഒന്നും കൂടി ഇങ്ങനെ ഒരു കാർഡ് നിങ്ങളെ വീട്ടിൽ വന്നു കൂട്ടാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഭംഗിയുള്ള ഒരു കാർഡ് നിങ്ങളെ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്ന് നോക്കുമ്പോ കാർഡ് ഉണ്ട്, നിങ്ങൾക്ക് ആശംസ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കി. അതിന്റെ അടിയിൽ മേലെ എവിടെ ഒന്നുമില്ല വേറെ. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക? ഇത് ആരാ വിട്ടത്, എവിടുന്നാ വിട്ടുന്ന വല്ല കൊടുത്തോണ്ടോ? ഇല്ല. അപ്പൊ നിർബന്ധമായും വേണ്ട ഒന്നുണ്ട്, ആ എഴുതിയാളുടെ പേര്. അതിന് നാം എന്നല്ല പറയാ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നാം എഴുതിയ പേര് എഴുതിയത്. സ്വയം നിർദ്ദേശം എന്നതിന് പറയാം. എന്താണ് സ്വയം നിർദ്ദേശം? അപ്പൊ സ്വയം നിർദ്ദേശത്തിന് കേട്ടിട്ട് ബേജാറാണെന്നിട്ട് ഞാൻ അവിടെ നാം എഴുതിയത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ നിങ്ങളുടെ പേര് അവിടെ എഴുതിയാൽ മതി. നിങ്ങൾ ഇത്രയും കാര്യം എഴുതി കഴിഞ്ഞാണ് തുമാര മിത്ര രാജു, നിന്റെ കൂട്ടുകാരൻ രാജു എഴുതിയ ആള് അതാണ്. ഇത്രയേ ഉള്ളൂ ഈ സംഗതി. ഇത് ഭയങ്കര ആനയാണ് മാങ്ങോലി എന്ന് വിചാരിച്ച് പേടിക്കുക ബേജാറാണ്. ഇത്ര സംഗതി ഉള്ളൂ. ഇത് ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന കേസാണ്. മനസ്സിലായില്ലേ? രണ്ടാമത്തത് ഞാൻ നിർത്തില്ല, പെട്ടെന്ന് പറയാണ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞാണ് നിമന്ത്രൺ പത്രമാണ്. ഇതേ സംഗതികളിൽ തന്നെ പലതും ഉള്ളതാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എഴുതി ക്ലിയർ ആക്കി മറ്റത് പെട്ടെന്ന്. കാരണം ഇതിലെ പല കാര്യങ്ങളും അതിലുണ്ട്. പറയട്ടെ, നിമന്ത്രണ പത്രം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു ക്ഷണക്കത്താണ് എന്ന് പറഞ്ഞു. നമ്മള് കല്യാണക്കുറിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും പല പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുന്ന കത്തുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത്ര വലിയൊരു വിശാലമായ ഇതൊന്നും നോക്കട്ടെ. ഇവിടെ നമുക്ക് ചെറിയൊരു കത്ത് തന്നിരിക്കുന്നത്. നമ്മൾ കത്ത് പഠിച്ചു തുടങ്ങുന്നുള്ളൂ. 6ാം ക്ലാസ് തുടങ്ങുന്നുള്ളൂ, 7ാം ക്ലാസ് എത്തുമ്പോഴും പിന്നെ ഹൈസ്കൂൾ ക്ലാസ് 10ാം ക്ലാസ് വരെ കത്തുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ബേസ് ഇവിടുന്ന് പഠിക്കാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു ചോദ്യം കത്തുണ്ടാവും, ഒരു സംശയവും വേണ്ട. അപ്പൊ കത്ത് എന്താണെന്നുള്ള 10ാം ക്ലാസ് എത്തുമ്പോൾ കുറച്ച് വലുതാവുന്ന മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അപ്പൊ കത്തിന്റെ ബേസ് ഇവിടുന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു കത്തിൽ എന്തെല്ലാം ഉണ്ടാവും എന്ന് ഇതേപോലെ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഏതൊരു വസ്തുത പഠിക്കുകയാണെങ്കിലും ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതുകയാണെങ്കിലും ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എഴുതുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ എഴുതേണ്ടത് ആ ഉത്തരം എഴുതുമ്പോൾ. അപ്പൊ ഇവിടെ നമ്മള് ബദായി കാർഡ് എഴുതിയപ്പോ നമ്മൾ ആലോചിച്ചാൽ ഈ ഇത്രയും കാര്യം, സംബോധന വാക്യം ഉണ്ടോ, സന്ദേശമുണ്ടോ, അത് ആകർഷകമാണോ, ആ അടിയിൽ പേരും എഴുതിയിട്ടുണ്ടോ, അത്രയും കാര്യം ഓർത്തിരുന്നോന്നാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഒക്കെ എഴുതിയിട്ടുണ്ടോ ആ ഉത്തരത്തേക്ക് നോക്കിയാൽ അത് ഫുള്ള് ഉണ്ടെങ്കിൽ അവന്റെ ഉത്തരം ശരി. അതേമാതിരി തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞ നിമന്ത്രണ പത്ത് എന്ന് പറഞ്ഞു. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കത്ത് എഴുതുമ്പോൾ നമ്മൾ വേണ്ടതെന്നാണ് ആദ്യം പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഞാൻ ഇവിടെ പറയണേ, കത്ത് നമ്മളെ പാഠപുസ്തകത്തിലുള്ള കത്ത് കണ്ടു നിങ്ങൾ. ഞാൻ ആ കത്ത് ഒരു പ്രാവശ്യം വായിച്ചതെന്നാണ്, ഞാൻ വീണ്ടും വായിക്കണില്ല. അതിന്റെ വലത്തെ ഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കശ്യപ് നിവാസ്. കണ്ടില്ല മക്കളെ? വലത്തെ ഭാഗത്ത് മുകളിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ പാഠത്തില മുകളിൽ നിങ്ങൾ കാണണം കശ്യപ് നിവാസ്, ജുഹു മുംബൈ, 4 മെയ് 2014. ഒന്നുകൂടി പറയാണ്, കശ്യപ് നിവാസ്, ജുഹു മുംബൈ, 4 മെയ് 2014. കണ്ടില്ലേ? അപ്പൊ ഒരു കത്തില് എഴുതേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അത് കേൾക്കുമ്പോ തന്നെ അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വാക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, നമുക്ക് കേൾക്കാത്ത അല്ലെങ്കിൽ കടിച്ചാപ്പെടുത്ത കശ്യപ് നിവാസ്. മലയാളം പഠിക്കുന്നവർക്ക് ചിലർക്ക് ഒരു ധാരണ ഉണ്ടാവും, നിവാസ് എന്ന് പറഞ്ഞതാണ്. നിവാസ് എന്ന് പറഞ്ഞാണ് താമസിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥം തന്നെയാണ്, അല്ലെങ്കിൽ വീട് എന്നൊരു ആശയമൊക്കെ അതിൽ വരാം. മലയാളമോ സംസ്കൃതമൊക്കെ അതിന് ബന്ധമുള്ള വാക്കാണ്. അപ്പൊ ഒന്നുമല്ല, വീട്ടുപേരാണ്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ വീടിന് ഓരോ പേരുണ്ട്. ഇതൊരു വീട്ടുപേരാണ്. മുംബൈയിലുള്ള ഒരാളുടെ ഒരു വീട്ടുപേരാണ്. വേറെ അതിനിപ്പോ നിങ്ങൾ കശ്യപ് നിവാസ് എന്ന് പറഞ്ഞ് കാണാപ്പാടം പഠിച്ചിട്ട് നിങ്ങൾ ഇനി എന്ത് പരീക്ഷയ്ക്ക് നമ്മൾ കശ്യപ് നിവാസ് എന്നല്ല പഠിക്കേണ്ടത്. അവിടെ എഴുതേണ്ടത് വീട്ടുപേരാണെന്ന് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം അറിയോ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ ഈ നിർമ്മലയും ഇവരെ തന്നെ ആണെന്ന് ഒരു നിർബന്ധമില്ല. വേറെ കുട്ടിന്റെ പേര് ചോദിച്ചാൽ അപ്പൊ എന്താ ആ പേരൊക്കെ മാറ്റിക്കാണ്ട് ഈ പേരിന്റെ എഴുതി ഇല്ലല്ലോ. അപ്പൊ എന്താണ് അവിടെ എഴുതേണ്ടത് വീട്ടുപേരാണ്. രണ്ടാമത് പറഞ്ഞു എന്താണ്, ജുഹു മുംബൈ. മുംബൈയിലുള്ള ഒരു സ്ഥലപ്പേരാ ജുഹു. മലപ്പുറം ജില്ലയിലെ വെള്ളയൂര്. മലപ്പുറം ജില്ല എന്ന് എഴുതിയാൽ പറ്റൂല്ലോ, വെള്ളയൂരുള്ളത്. വെള്ളയൂർക്ക് എത്രയും വെള്ളയൂരിന്റെ പോസ്റ്റ് വേണ്ടേ? അപ്പൊ വെള്ളയൂരിന്ന് വേണം. അപ്പൊ അവിടെ പറഞ്ഞു. ഇവിടെ അതേമാതിരി തന്നെ ജുഹു മുംബൈ എന്ന് പറഞ്ഞു. അടുത്തെന്താണ് ഡേറ്റ്. ഇതില് നിങ്ങൾക്ക് ആ പിന്നെ വീട്ടുപേര് ഒരു ചെറിയ പ്രശ്നം ഉള്ള കേസായിരിക്കും. ഞാൻ സാധാരണ ഇതുവരെ വീട്ടുപേരിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ക്ലാസ്സിലാവുമ്പോൾ. ഞാൻ ഇവിടെ ഇപ്പൊ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് പറഞ്ഞാണ്. കാരണം അപ്പൊ നമ്മൾ കത്ത് എഴുതുമ്പോൾ വീട്ടുപേര് എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലേലും വലിയൊരു പ്രശ്നം നമുക്കില്ല. അത് ശ്രീത്തുമാശം മാത്രമാകും കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ഡേറ്റും സ്ഥലവും മാത്രമേ നമ്മൾ സാധാരണഗതിക്ക് എഴുതാം. അത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വലിയ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും പഠിക്കാം. ഇവിടെ നിങ്ങൾ വീട്ടുപേര് പഠിക്കുന്നുണ്ട്. അത് വീട്ടുപേരാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞു. രണ്ടാമത്തത് ഇപ്പൊ ആദ്യത്തെ കാര്യം പറഞ്ഞു, വീട്ടുപേര്, സ്ഥലം, ഡേറ്റ്. ഓക്കെ അല്ലേ? 3 കാര്യം മക്കളെ. അപ്പൊ ഞാൻ കാര്യം 3 പറഞ്ഞു. ആ 3 ഒന്നും കൂടി ഓർക്കാൻ വേണ്ടി പറഞ്ഞു തരാണ്. കശ്യപ് നിവാസ്, ജുഹു മുംബൈ, 4 മെയ് 2014. വീട്ടുപേര്, സ്ഥലം, തീയതി. ഇത്രയും കാര്യം. അതിൽ നിർബന്ധമായിട്ടും സ്ഥലവും തീയതിയും ഒരു കാരണവശാലും മറക്കാൻ പറ്റില്ല. കാരണം അത് കത്തിന്റെ ഫോർമാല. ഓരോന്നിനും ഓരോ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഓരോന്നിനും ഓരോ രീതി ഉണ്ടാവും. ആ രീതി അല്ലെങ്കിൽ ആ മോഡലിൽ ഈ സംഗതി നിർബന്ധമായിട്ടും വേണം. അത് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും വേണം, ഒരു സംശയവും വേണ്ട. അപ്പൊ ഇത് മറന്നു പോകാത്ത കാര്യമാണ്. അടുത്ത് പറഞ്ഞത് നമ്മൾ നേരത്തെ പിന്നെ ബദായി കാർഡിൽ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. എന്താണ് നമ്മള് അടുത്തത് പറഞ്ഞത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ബദായി കാർഡിൽ നമ്മൾ പറഞ്ഞു എന്താണ് സംബോധന വാക്യം. പ്രിയമിത്ര എന്ന് പറഞ്ഞു,
അല്ലെ? സാദർ എന്ന് പറഞ്ഞു, സവിനി എന്ന് പറഞ്ഞു, ആദരണി എന്ന് പറഞ്ഞതൊക്കെ സംബോധന വാക്യങ്ങളിലാണ്. അപ്പൊ എന്താണ് അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത്? അത് തന്നെയാണ്, സംബോധനയാണ്. ഇവിടെ ആ സംബോധന എന്ന് എഴുതുന്നില്ല. പ്രിയ മിത്ര അല്ലെ പ്രിയ ദോസ്ത് ഒക്കെ എഴുതാട്ടോ. ഇപ്പൊ പ്രിയ മിത്ര എന്ന് എഴുതിയുമാണ് പേരും എഴുതാം, ഒരാളെ പേരും എഴുതാം. നിങ്ങളെ കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരി ആരാച്ചാ പേര് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവിടെ പ്രിയ മിത്ര എന്നായ എന്താണ്? സംബോധന വാക്യായി. അപ്പൊ രണ്ട് കാര്യം കഴിഞ്ഞു. ഈ ഒരു സംഗതി ഇത് രണ്ട്. അടുത്തത് എന്താണ്? അടുത്തത് എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെ? ആ പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷയം. എന്ത് വിഷയമാണ്? ഇവിടെ നമ്മൾ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു തന്നെ ആണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പാഠഭാഗത്തിൽ എന്താ വിഷയം പറയണത്? പാഠപുസ്തകം വായിച്ചാൽ അറിയാം എന്താ വിഷയം. യെസ്, എന്താണ്? ജന്മദിനം. അത് രണ്ടുവട്ടം വായിച്ചാൽ ഇപ്പൊ ആ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ജന്മദിനാണ്. ആരുടെ ജന്മദിനാണ്? ഗുൽമോഹർ മരത്തിന്റെ. ഗുൽമോഹർ മരത്തിന്റെ ജന്മദിനമാണ് നമുക്കിവിടെ വിഷയം. അപ്പൊ ഗുൽമോഹർ മരത്തിന്റെ ജന്മദിനത്തിന് ആ കുട്ടി എന്താണ്? തന്റെ കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതായിട്ടാ കത്ത്. അപ്പൊ നമുക്കത് പാഠപുസ്തകം ഒന്ന് തുറന്നു നോക്കുക. അപ്പൊ അതിൽ കാണാൻ ഞാൻ വായിച്ചു തരാം. അപ്പൊ വിഷയം എന്ന് പറയുന്ന സംഗതിയാണ് അടുത്തത് നമുക്ക് എഴുതാനുള്ളത്. ആ വിഷയം ആണ് ഇവിടെ എഴുതേണ്ടത്. ആ വിഷയമാണ് അടുത്തത്. അത് സംബോധനാവാക്യം കഴിഞ്ഞാൽ അടുത്തത് ആ വിഷയമാണ് എഴുതുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഞാൻ അതുകൊണ്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒന്ന് വളരെ പെട്ടെന്ന് വായിക്കാൻ നോക്കാം. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. मैं उसकी वर्षगांठ मना रही हूं. तुम जरूर आना. परसों शाम को 4:30 बजे. അപ്പൊ ഇത്രയേ ഉള്ളൂ വിഷയം. എന്താണ്? പർസോ മറ്റന്നാള് മേരെ പ്യാരെ ഗുൽമോഹർക്കെ പേടുക, എന്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിന്റെ 5വാം ജന്മദിനം, 5ാം ജന്മദിനമാണ്. മേ ഉസ്കി വർഷകാണ്ട് മനാലിഹിന, അതിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. തും സെരൂറാൻ, അതിന് തീർച്ചയായിട്ടും നിങ്ങൾ വരണം. പർസോ മറ്റന്നാള്, ശാംകോ വൈകുന്നേരം, 4:30 ബജെ, 4:30 മണിക്ക്. അപ്പൊ എല്ലാവരും ഇപ്പൊ എഴുതി, ഞാൻ ഉത്തരം എഴുതുന്ന കുറെ പേരുണ്ട്. എല്ലാവരും 4:30 തന്നെ എഴുതി. 4:30 എഴുതുന്നില്ല അല്ലെ? ദോപ്പഹർക്കോ 1 ബജെ, ഉച്ചക്ക് 1 മണിക്ക്. കുഴപ്പമുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ 4:30 എഴുതിയോണ്ട് നിങ്ങൾ 4:30 വിടാതെ ആവുമ്പോ തന്നെ പിടിക്കണം ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സൗകര്യങ്ങളെ കൂട്ടുകാർക്കൊക്കെ സൗകര്യം വൈകുന്നേരം അന്തിക്കാണ്. എന്ത് ചെയ്യാം? രാത്രി 8 ബജെ, രാത്രി 8 മണിക്ക് വരാൻ എഴുതാം. അതല്ല രാവിലെ 10 മണിക്കാണെങ്കിൽ സഭയിലെ 10 ബജെ എഴുതാം. അതൊന്നും ഒരു കുറ്റല്ല. ടെക്സ്റ്റ് ബുക്കിൽ 4:30 കണ്ടു. ഈ ഒരു കേസ് എഴുതുമ്പോ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളൂ. നമ്മളിപ്പോ നമ്മളെ കൂട്ടുകാരെ വിളിക്കുന്ന ഒരു കത്ത് എഴുതുമ്പോഴാണ് അതിൽ ഈ 4:30 തന്നെ എഴുതുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് ആപ്റ്റായ സമയം നിങ്ങൾക്ക് എഴുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. ആ സമയം അതിൽ അവതരിപ്പിച്ചാൽ മതി. അപ്പൊ നിങ്ങളെ കൂട്ടുകാരെ വിളിക്കുന്ന സമയം തീരുമാനിക്കുന്നത് നിങ്ങളാണ്, അല്ല ഞാനോ ഈ പുസ്തകത്തിൽ എഴുതിയ ആളോ അല്ല. അപ്പൊ അതിന് നിങ്ങൾക്ക് സമയം നിങ്ങളെ ഉചിതമായത് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അവസാനം ഒന്നും കൂടി എന്താണ്? നമ്മള് ബദായി കാർഡിൽ പറഞ്ഞ മാതിരി തന്നെ ഇത് എഴുതനാരെന്നറിയണ്ടേ? ഇത്രയും കാര്യം നിങ്ങളെ വീട്ടിൽ കത്ത് വന്നാൽ ഇത് ആരാ അയച്ചു നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. അപ്പൊ അത് അറിയാൻ വേണ്ടിയാണ് സ്വയം നിർദ്ദേശം. അതിന് പറയാം സ്വയം നിർദ്ദേശമാണ്. തുമാര പ്രിയ മിത്ര, തുമാര പ്രിയ മിത്ര. പേരെഴുതാം. നിങ്ങളെ പേരെന്താ ചാൽ എഴുതാം. മനസ്സിലേ? അത്ര ഉള്ളു എഴുതാൻ. നിന്റെ അത് തുമാരി പ്രിയ മിത്ര എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് ശ്രീലങ്കാണെ തുമാരിയാവും, തുമാരാന്നാവും, അത്രേ ഉള്ളൂ. മനസ്സിലേ? വേറെ ഒന്നുമില്ല. ഇത്രയായി കഴിഞ്ഞാൽ ഒരു കത്തായി. ഞാൻ ഒന്ന് തന്നിട്ടുണ്ട്, ഒന്നും കൂടി നോക്കാം. ഈ പോയിന്റുകൾ പഠിക്കുക. ഇതിനും നേരത്തെ നമ്മൾ ഇവിടെ കാണിച്ച അതേമാതിരി തന്നെയാണ് ഒരു പോയിന്റ് നേരത്തെ കാണിച്ചത് ഞാൻ. അതേമാതിരി എന്താണ്? സ്ഥാനുണ്ട്, താരീഖ് ഉണ്ട്, സംബോധനാവാക്യുണ്ട്, വിഷയമുണ്ട്, സ്വയം നിർദ്ദേശമുണ്ട്. ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ വെക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ എഴുതിയത് ഇതൊക്കെ ഉണ്ടോന്ന്. പലരും എഴുതി തന്നതിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ ഉത്തരം ഒന്ന് പരിശോധിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടത്. ചിലർ അവസാനം പേരെഴുതാത്ത ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? സംബോധനാവാക്യം ശരിയായിട്ട് എഴുതാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് അത് മനസ്സിലാകാൻ വേണ്ടിയുള്ള അവസരമാണ്. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ വിഷയം ഞാൻ കഴിഞ്ഞു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുത്ത പാഠവും ബന്ധപ്പെട്ട കാര്യമായിട്ട് ഈ പറയാൻ പോണത്. അടുത്ത നമ്മള് കത്ത് കഴിഞ്ഞെങ്കിൽ കത്ത് ഇപ്പൊ വായിച്ചു, നമ്മളൊക്കെ വായിച്ചു കഴിഞ്ഞു.
ഗുൽമോഹർ മരത്തിന്റെ ജന്മദിനത്തിന് വരാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടുള്ള കത്താന്നൊക്കെ നമുക്ക് മനസ്സിലായി. അതില് ഈ നിർമ്മലയുടെ ഒരു കൂട്ടുകാരി ഓക്കെ ആ കത്ത് ശരിക്കും മനസ്സിലായില്ല. അതില് അടുത്ത മാധ്യമം ഉപയോഗിച്ചിട്ടാണ് അവര് അടുത്ത കാര്യം നടത്തുന്നത്. അത് നടത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് വാർത്താലാപം. വാർത്താലാപം. അപ്പൊ ഞാൻ പറഞ്ഞത് വാർത്താലാപം. എന്താ വാർത്താലാപം? സംഭാഷണം, വേറൊന്നുമില്ല. സംഭാഷണത്തിലാണ് വാർത്താലാപം എന്ന് പറഞ്ഞത്. അപ്പൊ സംഭാഷണ രൂപത്തിലാണ് അടുത്ത രംഗം നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പാഠപുസ്തകം സംഭാഷണ രൂപത്തിലാണ് അടുത്ത രംഗം. ഇവിടെ ഈ സംഭാഷണം എങ്ങനെ നടത്തുന്നത്? ഫോൺ സംഭാഷണമാണ്. ആദ്യത്തെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ഹലോ എന്ന് ചോദിച്ചിട്ടാണ്, അല്ലെ? അപ്പൊ ഫോൺ രൂപത്തിലാണ് സംഭാഷണം. അപ്പൊ വാർത്താലാപനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ പറയുള്ളൂ. സംഭാഷണം എന്ന് പറഞ്ഞ സംഗതി നിങ്ങളിപ്പോ പഠിക്കുന്ന 7ാം ക്ലാസ്സിലായാലും 8ലായാലും 9ലായാലും 10ലായാലും ഒക്കെ സംഭാഷണം എന്ന സംഗതി എന്താണ്? നമ്മളൊരു കാര്യം വേറെ ആളുടെ മുഖതാവിലോ അല്ലെങ്കിൽ ആ രീതിയിലോ ആശയവിനിമയം നടത്തുന്ന സംഗതിയാണ് സംഭാഷണം. അപ്പൊ സംഭാഷണ സംഗതിക്ക് ഒരിക്കലും പൂർണ്ണ വാക്യത്തിന്റെ ആവശ്യമില്ല. സംഭാഷണത്തിന് പൂർണ്ണ വാക്യത്തിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഉദാഹരണം, നമ്മളിപ്പോ സാധാരണ എനിക്ക് ചോദിക്കുകയാണ് തുമാരാ നാം ക്യാ ഹെ. നമ്മൾ സാധാരണ 5ാം ക്ലാസ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ പേരെന്താവുന്നു. അപ്പൊ നിങ്ങൾ ഉത്തരം പറയും മേരാ നാം ശ്രീജിത്ത് ഹെ, എന്റെ പേര് ശ്രീജിത്ത് എന്നാവും, അല്ലെ? നിങ്ങളൊക്കെ ഓരോരുത്തരോ പറയുമ്പോൾ നിങ്ങളുടെ പേരുകൾ പറയും, അല്ലെ? നമ്മളെ വഴി കൂടി ഇങ്ങനെ നടന്നു പോകട്ടെ, നിങ്ങൾ പീടിയേക്ക് സാധനം മേടിക്കാൻ പോവാണ്. അപ്പോ പോണ വഴിക്ക് നിങ്ങളെ അയൽവാസി ഇങ്ങനെ വരുന്നതിരെ വരുന്നുണ്ട്. അപ്പൊ ഇന്നെ എവിടുക്കാ ചോദിച്ചു. അല്ലാതെ എന്റെ പേര് ചോദിച്ചു ശംസുദ്ദീനെ നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കലുണ്ടോ? നിങ്ങളാരും ഉണ്ടോ? അപ്പൊ ചോദിക്കുമ്പോ നിങ്ങളതിന് മറുപടി പറയുന്നതാണ് പീടിയേക്ക്. നമ്മളിപ്പോ നേരത്തെ പഠിച്ച മാതിരിയാണ് എന്താണ്, ഞാൻ പൂങ്ങോട് അങ്ങാടിയിലെ പീടികയിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പോകുന്നു, അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ പൂർണ്ണ വാക്യം എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാണ്. അപ്പൊ പൂർണ്ണ വാക്യത്തിന്റെ ആവശ്യമില്ല എന്നർത്ഥം. അതായത് എവിടുക്കാ? പീടിയേക്ക് കഴിഞ്ഞു, അല്ലെ? പേര് ചോദിച്ചാ നിങ്ങളുടെ പേരെന്താവുന്നു എന്ന് ചോദിക്കുന്നു വേണ്ട. ഒരാളെ നമ്മുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുമ്പോ നിങ്ങളുടെ പേരെന്താവുന്ന പേര് ചോദിച്ചത് നമ്മളെന്താണ് നമ്മളെ പേര് പറയില്ലേ? അപ്പൊ അതാണ് പൂർണ്ണ വാക്യത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. കാരണം നേരിട്ട് സംഭാഷണമാണ്. അത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യും. നമുക്ക് മനസ്സിലാകാത്ത സംഗതി വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ നേരിട്ട് ചോദിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പൂർണ്ണ വാക്യത്തിന്റെ ആവശ്യമില്ല എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ തരുന്നത്. മക്കളെ, ഞാന് വളരെ പെട്ടെന്ന് ഇതാ പേജ് നമ്പർ 10 ആണ്. അർത്ഥം ഒന്ന് പറയാം വളരെ പെട്ടെന്ന്. എല്ലാവരും പുസ്തകത്തിൽ നോക്കുക. പുസ്തകത്തിൽ നോക്കാതെ നോക്കിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വീഡിയോയിൽ നോക്കിയിട്ട് കാര്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. പേജ് നമ്പർ 10 ആണ്. അതിൽ ഓരോ വരി കൂടി നോക്കി പോവുക. കാരണം വേറെ ഒരു മാർഗം നമുക്കില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ഞാൻ കാണൂല, അപ്പൊ ശ്രദ്ധിക്കാം. ഹലോ നിർമ്മൽ, കൈസി ഹോ? ഹലോ നിർമ്മലെ, കൈസി ഹോ? എന്തൊക്കെയുണ്ട്? തുമേ മേരി ചിട്ടി മിൽ ഗയി? നിനക്ക് എന്റെ കത്ത് കിട്ടിയോ? ആ ഇസലിയത്തോ ടെലിഫോൺ കർ രഹി ഹോ? ഇസലിയത്തോ അതുകൊണ്ടാണ് ടെലിഫോൺ കർ രഹി ഹോ, ഫോൺ ചെയ്യുന്നത്. മുझे तुम्हारी ചിട്ടി സമജ് മേ ഹീ നഹി ആയി. എനിക്ക് നിന്റെ കത്ത് മനസ്സിലായതേ ഇല്ല. കിസ്കാ ജന്മദിൻ ഹെ? ആരുടെ ജന്മദിനമാണ്? അരേ ലിഖാ തോ ദാ ചിട്ടി മേ. സുഹൃത്തെ, ഞാൻ എഴുതിയിരുന്നു കത്തില്. ഹമാരെ ഗുൽമോഹർ കെ പേടുക, നമ്മുടെ ഗുൽമോഹർ മരത്തിന്റെ. ഗുൽമോഹർ കെ പേടുക, ഗുൽമോഹർ മരത്തിന്റെ. അരേ കോയി പേടുക്കാ ഭി ജന്മദിനം മനാത്ത ഹെ? ആരെങ്കിലും മരത്തിന്റെ ജന്മദിനം ആഘോഷിക്കൂ? തും മേരെ സാത്ത് മസാക് തോ നഹീ കർ രഹി ഹോ? നീ എന്നെ കളിയാക്കൊന്നും അല്ലല്ലോ. സച്ച് സച്ച് ബതാവോ മീന, നീ ശരിക്ക് സത്യം പറ മീനെ. സച്ച് സത്യം. മേ മസാക് നഹീ കർ രഹി, ഞാൻ കളിയാക്കൊന്നും അല്ല. पर पेड़ का जन्मदिन क्यों मना रही हो? പക്ഷെ ഈ മരത്തിന്റെ ജന്മദിനം എങ്ങനെയാ ആഘോഷിക്കണേ? ഇസ്കി ഏക് കഹാനി ഹെ, അതിനൊരു കഥ ഉണ്ട്. ബസ് തും സരൂർ ആന, ശരി നീ തീർച്ചയായിട്ടും വരണം. മേ തുമേം സാരി കഹാനി ബതാ ദൂങ്കി, ഞാൻ നിനക്ക് മുഴുവൻ കഥയും പറഞ്ഞു തരാം. അച്ഛാ ജരൂർ ആവുകി, ശരി തീർച്ചയായിട്ടും വരും. അവിടെ 2 വാക്കുണ്ട്, അതുകൂടി ഞാൻ ഓർപ്പിക്കാൻ വേണ്ടി പറയാണ്.
ബദാദൂങ്കി ആവൂങ്കി ഒന്ന് ഓർമ്മ വെക്കാൻ വേണ്ടിയാണ് ആവശ്യമുണ്ട്. ഇന്നലെ നാളെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് പാഠഭാഗത്ത് വരുന്ന ചോദ്യമാണ്. ബദാദൂങ്കി പറഞ്ഞു തരാം, ആവൂങ്കി വരാം. ഭാവി കാലവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങളിൽ വരുന്ന രണ്ട് വാക്കാണ്. അതൊന്ന് ഉറപ്പിടുന്നു തോന്നുന്നു. അപ്പൊ ഇത് നിങ്ങൾ ഇതേമാതിരി വായിച്ചു നോക്കാം. വായിച്ചു നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. അപ്പൊ വാർത്താലാപ് എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മൾ സംഭാഷണം നടത്തുക എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് പീടിയെ പോയി സാധനം വാങ്ങുന്ന കടയിൽ, അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിൽ പോയി ബുക്ക് അവിടെ പോയി വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി അവിടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് വാർത്താലാപാണ്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് വാർത്താലാപം അങ്ങനെ. അപ്പൊ വാർത്താലാപ് സംഗതി നമുക്കുള്ള കാര്യം വളരെ കുറഞ്ഞ ശബ്ദത്തിൽ അത് വ്യക്തമാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിന് തന്നെയാണ് വാർത്താലാപം എന്ന് പറയുന്നത്. അത് സംക്ഷിപ്തമായ രൂപത്തിൽ വ്യക്തതയോടുകൂടി കുറഞ്ഞ വാചകങ്ങളുള്ള ഞാൻ പറയുന്നത് പൂർണ്ണവാക്യം വേണ്ടെന്ന് പറഞ്ഞ കൊണ്ടാണ് ഞാൻ. അപ്പൊ അതാണ് വാർത്താലാപം എന്നാണ്. അങ്ങനെ ഒരു വാർത്താലാപം അവിടെ പറഞ്ഞത്. അപ്പം നമുക്ക് ഇത് വലിയ യൂണിറ്റ് ആണ്, ഇതിന് വലിയൊരു കഥയൊക്കെ ഉണ്ട്. അപ്പം ഈ വാർത്താലാപം ഇവിടെ തീരുകയാണ്. നമുക്ക് ഇനി ആ കഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ അടുത്ത് നമുക്ക് എടുത്താണ്. അപ്പൊ ആ കഥയിലേക്ക് ഒന്ന് പോകാൻ നമുക്ക് അടുത്തത് അടുത്ത പേജ് തന്നെയാണ്. 11ാമത്തെ പേജിലാണ് ഗുൽമോഹർ കാ ജന്മദിൻ. അത് നിങ്ങൾക്ക് പിന്നെ അർത്ഥം മാത്രമേ ഞാൻ മുട്ടുന്നുള്ളൂ. പാഠം വായിക്കുന്നത് ഞാൻ മുട്ടുന്നില്ല. അതുകൊണ്ട് വായിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ അത് ഒന്ന് വായിക്കും. വളരെ പെട്ടെന്ന് അർത്ഥം പറയുമോ, വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കേട്ടില്ലേ? നോക്കല്ലേ, ഗുൽമോഹർ കാ ജന്മദിൻ. ഇക്കായുടെ പേര് ഗുൽമോഹറിന്റെ ജന്മദിനം. ഗുൽമോഹർ എന്നുള്ള വാഗമരുന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ഗുൽമോഹറിന്റെ ജന്മദിനം. അപ്പൊ അവിടെ ഒരു പ്രത്യയം വന്നു, കാ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാന്നോ കേന്നോ നേന്നോ സേനോ മേന്നോ പറഞ്ഞൊക്കെ വരുമ്പോഴാണ് പല പ്രത്യയങ്ങൾ നമ്മളെ പാഠഭാഗങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ഇതേപോലെ വരികൾ എല്ലാം കൂടി നമുക്ക് കാണാപ്പാടം പഠിച്ചാണ്ട് ഫുള്ള് പഠിക്കാൻ കഴിയില്ല. ഇതേപോലെ ഓരോ വരികളിലെ പ്രത്യയം വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ആശയങ്ങളും അർത്ഥവും മനസ്സിലാവും. അപ്പൊ ആ ഒരു അക്ഷരത്തിനും അർത്ഥമുണ്ട്. ആ അക്ഷരം ചേരുമ്പോഴാണ് ആ ആശയം വളരെ വൃത്തിയുള്ള ഒന്നാകുന്നതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഗുൽമോഹർ കാ ജന്മദിൻ, ഗുൽമോഹറിന്റെ ജന്മദിനം. അവിടെ ആ കാർഡ് ഒഴിവാക്കിയാൽ ഗുൽമോഹർ ജന്മദിനം, ഗുൽമോഹർ ജന്മദിനം, വാഗ ജന്മദിനം അല്ലേ അല്ലേ അങ്ങനെ വരിക. ഗുൽമോഹർ കാ ജന്മദിനാണ്. ഗുൽമോഹറിന്റെ ജന്മദിനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർണ്ണമായില്ലേ. അപ്പൊ ആകണമെങ്കിൽ ഇതേപോലെയുള്ള പ്രത്യയങ്ങൾ പലപ്പോഴും ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലേ. നമ്മൾ പല കാര്യം ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോ മേസ് പർ കിതാബ് ഹെ, മേസ് പർ കിതാബ് ഹെ കണ്ടത് മേശപ്പുറത്ത് പുസ്തകം ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് മേശപ്പുറത്ത് പുസ്തകം ഉണ്ടെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. മേസ് കിതാബ് എന്ന് പറയുന്നതാണ് മേശ പുസ്തകം എന്ന് മാത്രമേ ഉള്ളൂ. മേശമേലെ പുസ്തകം എന്നാവൂ ഇല്ല. അതാണ് മേസ് പർ കിതാബ് ഹെ. മക്കളെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ പറയാനുണ്ടോ. അപ്പൊ ഞാൻ വളരെ കുറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു രണ്ട് പ്രത്യയങ്ങൾ മേമും പറും വെച്ച് വെറുതെ ഒരു കാര്യം പറയാൻ പറ്റും. മേമും പറും വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ടെക്നിക്കുകളാണ്. ഇപ്പൊ പോക്കറ്റിന് പറയാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എന്താണ്. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആ പോക്കറ്റ് എന്ന് പറഞ്ഞു. പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് എന്നാണ്. അപ്പൊ ഞാൻ ഈ പേന പോക്കറ്റിൽ ഇങ്ങനെ ഇട്ടു. പോക്കറ്റിൽ ഇട്ടില്ല, അപ്പൊ പേന ഇട്ടല്ലോ. ഇതിന് പറയാ ഹിന്ദിയിൽ എങ്ങനെയാ പോക്കറ്റിൽ പേന ഉണ്ട് എന്ന് എങ്ങനെയാ പറയാൻ ചോദിച്ചു. ഇപ്പൊ നമുക്ക് പോക്കറ്റിന്റെ അപ്പൊ വാക്ക് പറയും ജേബ് നിങ്ങൾക്ക് അറിയാം, പേനയ്ക്ക് കലം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോ ജേബ് കലം, പോക്കറ്റ് പേന അങ്ങനെ ഉണ്ടാവും. പോക്കറ്റ് പേന എന്ന് പറഞ്ഞാൽ ഈ പോക്കറ്റാണ് പേന, അതിന്റെ അർത്ഥം വരിക അങ്ങനല്ലേ. ഈ പോക്കറ്റാണ് പേന എന്നല്ല അർത്ഥം വരിക. പോക്കറ്റിൽ ആണ് പേന എന്ന രീതി പറയുന്നതാണ് ജേബ് മേം കലം ഹേ, ജേബ് മേം കലം ഹേ. അവിടെ മേം എന്നുള്ള പ്രത്യയം വന്നപ്പോഴാണ് എന്താണ് പോക്കറ്റിലാണ് പേന എന്നുള്ള അവസ്ഥ വന്നു അല്ലെ. അത് ഈ പേന ഞാൻ എടുത്തെന്താണ് ഇങ്ങനെ പുറത്തിനെ തൂക്കി. ഇപ്പൊ പോക്കറ്റ് അല്ല, പോക്കറ്റിന്റെ പുറത്തിനെ തൂക്കിക്കാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ജേബ് പർ കലം ഹേ, പോക്കറ്റിന്മേൽ പേന. ജേബ് പർ കലം ഹേ, പോക്കറ്റിന്മേൽ പേന. മനസ്സിലായി. അപ്പോഴാണ് പോക്കറ്റിന്മേലിനായത്. അപ്പോഴേ ആ അർത്ഥം പൂർണ്ണമായുള്ളത്. അപ്പൊ ഇതേപോലെ പ്രത്യയങ്ങൾ ഓരോന്നും വരുമ്പോഴും നമുക്ക് വേണ്ടതാണ്. ഇത് ചേരുമ്പോഴാണ് ആ വാക്യം അർത്ഥവത്താകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് പറഞ്ഞത് തന്നെ. മൈക്കീശ ഒന്നാമത് പറയുന്ന വാക്ക് തന്നെ ഞാൻ ഒന്നിൽ പറയും. ചെ മേക്കീശാം. പലരും ഇന്നലെ വരെ വായിച്ചത് ചെഹ് എന്നായിരിക്കും, ചെഹ് എന്നായിരിക്കും. അവിടെ മാഷ എഴുതിയിട്ടുണ്ടല്ലോ ചെഹ് എന്നുള്ള അക്ഷരം എന്ന് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. എഴുതിയപ്പോഴും ഈ അക്ഷരമുണ്ട്.
അല്ലേ? അപ്പൊ ഇതേപോലുള്ള സംഗതികളിൽ നമ്മൾ ചില ഇംഗ്ലീഷിൽ പറയും ഇന്ന അക്ഷരം സൈലന്റ് ആണ്. അത് കേട്ടില്ല ഇംഗ്ലീഷിലൊക്കെ പഠിക്കുമ്പോൾ ചില വാക്കുകൾ ടീച്ചർമാർ പറയുമ്പോൾ അത് സൈലന്റ് ആയിട്ട് പറയല്ലേ. നമ്മക്കും ഉണ്ട് സൈലന്റ്. ആ സൈലന്റ് ആണ് ഇവിടെ കണ്ടത്. അപ്പൊ നിങ്ങൾ മേലിൽ എണ്ണക്കം സംഖ്യ ഹിന്ദിയിൽ എണ്ണുമ്പോ ചാന്നുണ്ട് ഹാന്നുണ്ട്. നിങ്ങൾ പഠിച്ചതും അങ്ങനെ തന്നെയായിരിക്കും. ഇത് വായിക്കാം ചെ മാത്രമേ ഉള്ളൂ. അവിടെ ഹാ സൈലന്റ് ആണ്. അത് 10 വരെ എണ്ണുമ്പോ വലിയ പരിക്കില്ല. 10 കഴിഞ്ഞ് കൂടുതൽ ശ്രദ്ധിക്കാണ്ട് എന്താണ് നമ്മളൊക്കെ ഇതുവരെ പഠിച്ചത് ഗ്യാരഹ്, ബാരഹ്, തേരഹ്, ചൗദഹ് കേട്ടില്ല. അങ്ങനെ തന്നെയാണ്. തെറ്റ് തന്നെയാണ് കേട്ടോ, ഒരു സംശയമില്ല. നമ്മൾ തെറ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഒരു സംശയവും വേണ്ട. അങ്ങനെ തന്നെ ഉണ്ടാ. അവിടെ ഹാ 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 എന്ന് പുട്ടിന് തേങ്ങടമായി ഇടം തന്നെ വേണ്ട. ഇതാണ് 11, 12, 13. ഒന്നുമില്ല. 1 2 3 4 എന്നുള്ള സിനിമ പാട്ട് തേസാബിലെ പാട്ട് കേട്ടാൽ മതി അല്ലെ. 1 2 3 4 5 6 7 8 9 10 11 12 13 അല്ലെ. 1 2 3 4 5 6 7 8 9 10 11 12 13 അങ്ങനെ തന്നെ പറയണം. അപ്പൊ ഹിന്ദി അറിയുന്ന ആൾക്കാരൊക്കെ പറയണ അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാ പറയേണ്ടതും. അത് ഓർമ്മ വെക്കുക. അപ്പൊ ഒന്നാമത്തെ വാക്ക് പറഞ്ഞപ്പോ ഒരു സംശയം എനിക്ക് തോന്നിയത് പലർക്കും പല കൊല്ലങ്ങളിലും ഉണ്ടായ തെറ്റായതുകൊണ്ടാണ് ഞാൻ ഓർമ്മ വെച്ച് പറയുന്നത്. ചെ മെയ്ക്ക് ഷാം 6 മെയ് മാസം 6-ാം തീയതി ഷാം വൈകുന്നേരം. അപ്പൊ ചെ മെയ്ക്ക് ഷാം അവിടെ പ്രത്യേകം വന്നിട്ട് കീന്നുള്ളത് ആണ് 6 മെയ് മാസത്തിലെ വൈകുന്നേരം എന്നുള്ള അർത്ഥം വരുന്നത്. മീനാക്കെ കാർക്കെ ബഗീച്ചെ മീൻ മീനയുടെ കാർക്കെ വീടിലെ ബഗീച്ചെ മീൻ പൂന്തോട്ടത്തിൽ ഗുൽമോഹർക്കെ പേടിക്കെ നീച്ചെ ഗുൽമോഹർക്കെ പേടിക്കെ നീച്ചെ ഗുൽമോഹർ മരത്തിന്റെ നീച്ചെ താഴെ ഏക് ദരി ബിച്ചി ഹേ ഒരു പരവതാനി വിരിച്ചിരിക്കുന്നു. കാർപ്പറ്റ്. ദരി എന്ന് പറഞ്ഞാൽ വലിയ ഈ സ്പോഞ്ചുകളിലുള്ള വിരിന്നൊക്കെ നമുക്ക് എഴുതുന്നുണ്ടാകാം. ഒന്നുമില്ല. പരവതാനി കാർപ്പറ്റ്. നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് കാർപ്പറ്റാണ്. വലിയ നമ്മളെ ചില ഡൈനിങ് ഹാളിലൊക്കെ ഉണ്ടാവും കാർപ്പറ്റ് വിരിച്ചിട്ട് ആൾക്കാർ ചില വലിയ വീടുകളിലൊക്കെ. ഇത് പരവതാനിയുടെ കാർപ്പറ്റ് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. ബിജി ഹേ അതിൽ അറിയാത്തൊരു വാക്ക് ബിജി ആണ്. ഒന്ന് ദരിയാണ്. രണ്ടിനെ ശ്രദ്ധിക്കുക. ദരി എന്ന് പറഞ്ഞാൽ പരവതാനി പറഞ്ഞു. ബിജി എന്ന് പറഞ്ഞാൽ വിരിച്ചിരിക്കുന്നു. ദരി പർ സഫേദ് ചാദർ ഹേ. ദരി പർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞ ഉപയോഗം വന്നു. പരവതാനിമേൽ പരവതാനിന്റെ പുറത്ത് മുകളില് എന്താണ് സഫേദ് ചാദർ വെള്ള ഒരു വിരിപ്പ്. പുതപ്പ് എന്നൊക്കെ പറയില്ല നമ്മള് കിടക്കുമ്പോ വിരിപ്പ് പുതപ്പ് ഒക്കെ ഉണ്ടാവില്ല. അതേമാതിരി വിരിപ്പ് എന്നാണ് ചാദർ ഹേ. ഒരു വെള്ള ഷീറ്റും കൂടി അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഏക് ഓർ ഖാനെ പീനേക്ക് ചീസ് രഖി ഹേ. ഒരു ഭാഗത്ത് ഏക് ഓർ ഒരു ഭാഗത്ത് ഖാനെ പീനേക്ക് ചീസ് രഖി ഹേ. ഖാന കഴിക്കാന്, പീന കുടിക്കാന്. അത് ഭക്ഷണങ്ങൾ എന്നുള്ള അർത്ഥം മൊത്തത്തിലുള്ളൂ. കഴിക്കാനും കുടിക്കാനുള്ള സാധനങ്ങൾ ചീസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ രഖീഹെ വെച്ചിരിക്കുന്നു. അപ്പൊ ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഒരു ഭാഗത്ത് കഴിക്കാനും കുടിക്കാനുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്നു. നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീമ ബാനു ഔർ ഷീല ബാത്തേ കർത്തി ചലിയാ രഹീഹെ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ക്ലാസ് കേട്ടവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. കുട്ടികളുടെ പേര് ആരുടെ? നമ്മുടെ നിർമ്മലിന്റെ സുഹൃത്തുക്കളുടെ പേരുകളാണ്. എന്താണ്? പിന്നെ നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീബ ബാനു ഔർ ഷീല ഒക്കെ കൂട്ടുകാരാണ്. ബാത്തേ കർത്തി സംസാരിച്ചുകൊണ്ട്. നിങ്ങളറിയാം, നിങ്ങൾ കൂട്ടുകാർ ഒരുമിച്ച് ഇങ്ങോട്ട് പോകണമെങ്കിലും വർത്താനം പറയാതെ മുണ്ടാതെ പോണ പരിപാടി ഉണ്ടോ? ഇല്ലല്ലോ. ഇവരും അതെ. ഇവര് കൂട്ടുകാരൊക്കെ വർത്താനൊക്കെ പറയുന്നതാണ്. ചലിയാരഹീ നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആരഹീ വന്നുകൊണ്ടിരിക്കുന്നു. സബ്കെ ഹാത്തോമേ എല്ലാവരുടെ കൈകളിലും ഉപഹാർ ഹേ സമ്മാനങ്ങളുണ്ട്. അപ്പം ജന്മദിനത്തിന് അവരുടെ വീട്ടിൽ ചെല്ലുകയാണ്. ആ ചെല്ലുമ്പോഴാണ് കൂട്ടുകാരൊക്കെ പേര് മുകളിൽ പറഞ്ഞൊക്കെ പേരുകളാണ്. അവരുടെ കയ്യിലൊക്കെ എന്താണ് സമ്മാന പൊതികളുണ്ട്. അതൊക്കെ എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. മീന ദിഖാവത്തോ യേ ഗുൽമോഹർ കഹാം ഹെ. അപ്പോ നമ്മള് പറയാണ് മീനെ ദിഖാവത്തോ യേ ഗുൽമോഹർ കഹാം ഹെ. മീനെ എവിടെയാണ് ആ ഗുൽമോഹർ മരം ഒന്ന് കാണിച്ചോണ്ടാ. നിർമ്മലിനെ പോയി നമ്മളെ നിർമ്മല ചോദിച്ചു. അപ്പൊ നിർമ്മല ഉണ്ട്, ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ നിർമ്മല മീനോട് ചോദിച്ചു, മീനെ എവിടെയാണ് നിന്റെ ആ ഗുൽമോഹർ മരം? അപ്പം എല്ലാവർക്കും അത്ഭുതമാണ്. നിങ്ങൾ വാർത്താലാവ് വായിച്ചപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു മരത്തിന് ജന്മദിനത്തിനാണ് ഇവിടെ ഈ കുട്ടി ക്ഷണിച്ചിരിക്കുന്നത്.
ആ കുട്ടിക്ക് ഉണ്ടായ സംശയം പോലെ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ട്. കാരണം നമ്മൾ ആരും കേട്ടില്ല, മരത്തെ നിർമ്മിച്ച് നമ്മളാരും കേട്ടിട്ടുണ്ടോ. അപ്പൊ ആ സംശയങ്ങൾ നമുക്കുള്ളത് പോലെയുള്ള സംശയങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടികളെ വീട്ടിലെത്തി പരിപാടി ഉണ്ടെന്ന്. അപ്പൊ എവിടെ നിന്റെ ആ ഗുൽമോഹർ മരം ചോദിച്ചു. അതിലോ ആവോ ആവോ വരൂ വരൂ ദേക്കൂ ഇത് നോക്കൂ, മീനാനെ ബഗീച്ചെ മേ ഉനെ ഗുൽമോഹർ കാ വൃക്ഷ ദിഖായ. മീനാനെ മീനയാൽ ഇതാണ് ബഗീച്ചെ മേ പൂന്തോട്ടത്തില് ഉനയും അവരെ ഉനയും അവരെ ഗുൽമോഹർ കാ വൃക്ഷ ദിഖായ ഗുൽമോഹർ മരത്തിന്റെ വൃക്ഷം ദിഖായ കാണിച്ചു. അപ്പൊ കാണിച്ചു കൊടുത്തു. മരം എവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. കോമൽ കോമൽ പത്തിയോം വാല, കോമളമായ അല്ലെ മൃദുവായ മൃദുലമായ എന്നൊക്കെയാണ്. മനോഹരമായ എന്നൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ചും കൂടി സോഫ്റ്റ് പറഞ്ഞാണ് മൃദുലമായ തന്നെയാണ്. കോമൽ കോമൽ പത്തിയോം വാല, വളരെ മൃദുലമായ ഇലകളോട് കൂടിയ ഏക്ക് സുന്ദർ വൃക്ഷം. അപ്പൊ പൂക്കളൊന്നും ഇല്ലെങ്കിൽ നിറച്ച് ഇലയൊക്കെ ആയിട്ട് വളരെ ഭംഗിയായി നിൽക്കുന്ന മരങ്ങൾ കാണാൻ ഭംഗിയുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ എന്താണ്, ഒരുപാട് മൃദുവായ ഇലകൾ നിറഞ്ഞ മനോഹരമായ വൃക്ഷം. പത്തിയോങ്കെ ബീച്ച് മേംസെ, പത്തിയോങ്കെ പത്ത എന്ന് പറഞ്ഞ പത്തിയോം വാല എന്ന് പറഞ്ഞാണ് ഇലകളോട് കൂടിയ. വീണ്ടും വന്നു പത്തിയോങ്കെ ഇലകളുടെ. പത്ത എന്ന് പറഞ്ഞ ഇലയാണ്, പത്ത് എന്ന് പറഞ്ഞാൽ ബഹുവചനായി ഇലകൾ നായി. പത്തിയോ എന്ന് പറയുമ്പോൾ അതിനുള്ള സ്ത്രീലിംഗ ബഹുവചനാന്ന് മാത്രമേ ഉള്ളൂ. പത്തിയോ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ ബഹുവചനാന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, അത് ബഹുവചനം തന്നെയാണ്. ഇവിടുന്നാണ് പത്തിയോങ്കെ ബീച്ച് മേംസെ, ആ ഇലകളുടെ ബീച്ച് മേംസെ ഇടയിലൂടെ. ലാൽ ഔർ കേസരിയ രംഗ് കെ സുന്ദർ ഫൂല്, ലാല് ചുവപ്പ്, കേസരിയ കുങ്കുമം ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫൂല് ചാങ്കിരഹീത്, ചാങ്കിരഹ എന്ന് പറഞ്ഞാൽ എത്തി നോക്കാന്നൊക്കെയാണ്. നമുക്കറിയാം പൂവ് നമ്മളെ കാര്യം വന്ന് പൊന്തിങ്ങനെ നോക്കൊന്നുമില്ലല്ലോ, നോക്കൂ ഇല്ല. പക്ഷെ എന്താണ്, ആ ഇലകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നമ്മളെ നോക്കുന്നത് മാതിരിയാണ് ലേഖനം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. മനസ്സിലെ എത്തി നോക്കുന്ന പോലെ നമുക്ക് തോന്നുകയാണ് എന്ന രീതിയിലാണ് അവിടെ എഴുത്തുകാരൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ രീതിയിൽ പ്രയോഗിച്ചത്. എന്താണ് പിന്നെ കേസരിയ ഔർ ലാല്, കുങ്കുമവും ചുവപ്പ് നിറമുള്ള പൂവ് എന്താണ് പൂല്. പത്തോങ്കെ ബീച്ച് മേംസ്, ആ ഇലകളുടെ ഇടയിലൂടെ എന്താണ് ചാങ്കിരഹ്യത എത്തി നോക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. മാനോ മീനാക്കി സഹേലിയോങ്കോ ദേക്കർ, മാനോ നമുക്ക് തോന്നും എന്താണ് മീനാക്കി സഹേലിയോങ്കോ ദേക്കർ, മീനയുടെ ആ കൂട്ടുകാരികളൊക്കെ കണ്ടപ്പോ ധീമേ ധീമേ മുസ്കുരരഹേ, അത് മെല്ലെ മെല്ലെ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ടോ നമുക്ക് തോന്നുകയാണ്. അത് മീനയുടെ കൂട്ടുകാരികളൊക്കെ വന്ന് ഇങ്ങനെ കണ്ടപ്പോ എന്താണ് ആ പൂവിൽ എന്താണ് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടോ എന്ന് നമുക്ക് തോന്നും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ മാനോ മീനാക്കി സഹേലിയോങ്കോ ദേക്കർ ധീമേ ധീമേ മുസ്കുരരഹേ, മീനയുടെ കൂട്ടുകാരികളെ കണ്ടപ്പോഴാണ് ആ പൂ പതുക്കെ ഇങ്ങനെ പുഞ്ചിരിക്കുന്നതായി തോന്നുന്നു എന്നുള്ളതാണ് ഈ സംഗതി. ഈ പാഠഭാഗം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വീണ്ടും പറഞ്ഞത് ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്താണ്, മീനാക്കി സഹേലിയ മുസ്കെ ഘർ പഹുഞ്ചി ബഗീച്ചെ മേ സാമനെ ഏക് പോസ്റ്റർ ലഗായ താ വഹ് പോസ്റ്റർ കൈസാ ഹോഗ എന്നതാണ്. അപ്പൊ എന്താണ് അടുത്ത പ്രവർത്തനം നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞു. 2 എണ്ണം കഴിഞ്ഞു. ഒന്ന് ബദായി കാർഡ്, ഒന്ന് കത്ത്, മൂന്നാമത്തെ പോസ്റ്റർ. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ 3 ചോദ്യങ്ങളിൽ 2 എണ്ണം ഉറപ്പാണ് പരീക്ഷയ്ക്കുണ്ടാവും. ഒന്ന് ഈ കത്ത് അല്ലെ പോസ്റ്റർ. അത് രണ്ടും ഇല്ല, ഒഴിവായ പരീക്ഷകൾ ഉണ്ടായില്ല. അപ്പൊ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അടുത്തത് പോസ്റ്ററാണ്. അപ്പൊ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം പോസ്റ്ററാണ്. അപ്പൊ നമ്മൾ നേരത്തെ കത്തിനും ബദായി കാർഡിനും പറഞ്ഞാൽ തന്നെ ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മളൊരു പോസ്റ്റർ ആക്കുന്നത്. അപ്പൊ ഒരു പോസ്റ്ററിൽ എഴുതുന്നിട്ടുണ്ട് പരിപാടിയുടെ പേര് ആദ്യമാണ്. നിങ്ങൾ ഏത് പോസ്റ്റർ നോക്കിയാൽ അറിയാം, ഫുട്ബോൾ കളിനെ ആണെങ്കിൽ ഫുട്ബോൾ മേള, സർക്കസ് ആണ് അതിന്റെ മുകളിലുണ്ടാവും സർക്കസ് അല്ലെ, എന്ത് പരിപാടി ഉണ്ടാവും. ഇപ്പൊ ഒരു വാർഷികമാണെങ്കിൽ വാർഷികോത്സവം, നമ്മുടെ സ്കൂളിന്റെ വാർഷികമാണെങ്കിൽ വാർഷികോത്സവം ഉണ്ടാവും. അപ്പൊ ഹെഡിങ് ഉണ്ടാവും. അത് തന്നെയാണ് സംഗതി. ആ ഹെഡിങ് എന്ന് പറഞ്ഞ സംഗതി കാര്യക്രം കാ നാം, പരിപാടിയുടെ പേര്. രണ്ടാമത് താരിഖ്, എന്നാണ് ഡേറ്റ്, എന്നാണ് ആ പരിപാടി ഡേറ്റ്. സ്ഥലം, എവിടെയാണ് ആ സ്ഥലം, അത് നടക്കുന്ന സ്ഥലം എവിടെയാണ്, സമയം എവിടെയാണ് എന്നുള്ളത് അത് വേണം. ഇതിനെപ്പറ്റി ഒരുപാട് പറയാണ്ട്, ഞാൻ ഇന്ന് വളരെ പറയുള്ളൂ, ബാക്കി അടുത്ത ദിവസം പറയും. ഇതാണ് ആ പോസ്റ്ററിനെ മനോഹരമാക്കുക, ചിത്രം കൊടുത്ത് മനോഹരമാക്കുക. നേരത്തെ ബദായി കാർഡ് പറഞ്ഞ പോലെ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം സിനിമാ പോസ്റ്ററാണ്. അപ്പൊ ഒരു പ്രവർത്തനം ഉള്ളത് ഇതാണ്. ഈ സംഗതികൾ വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഹെഡിങ് വേണം, ഡേറ്റ് വേണം, സ്ഥലം വേണം, സമയം വേണം,
അതിനെ മനോഹരമാക്കുക. ഇത്രയും കാര്യം വെച്ചിട്ട് നിങ്ങൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കേണ്ട സംഗതി ചോദ്യം എന്താണ്? നമ്മളെ മീനയുടെ വീട്ടില് ഗുൽ മുഹമ്മദിന്റെ ജന്മദിനത്തിന് ക്ഷണിച്ചുള്ള ഒരു പോസ്റ്റർ, അല്ലെങ്കിൽ ആ പരിപാടി ഇന്ന സമയമാണെന്ന് പറഞ്ഞൊരു പോസ്റ്റർ. പരിപാടി സമയമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മളെ കത്തിലൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ പ്രശ്നമില്ല അല്ലെ. അതിന്റെ ഒരു കാര്യം കൂടി പറയാണ്ട്, എന്താണ് നമ്മൾ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞു 2-3 വാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സുന്ദർ വൃച്ച്, ലാല് ഫൂല്, സഫേദ് ചാദർ അല്ലെ. അതിന്റെ മുകളില് പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു ബഡ ചോട്ട കാലി എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മള് ഇത് എന്തിനാണ് ഇത് ഇപ്പോ സുന്ദർ വൃച്ച്, ലാല് ഫൂല്, സഫേദ് ചാദർ എന്ന് പറഞ്ഞു വെച്ചാല് വിശേഷണം എന്നുള്ള ഒരു പദം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വസ്തുതയെ വിശേഷിപ്പിച്ചുകൊണ്ട്. ഇപ്പൊ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വീട് തന്നെ അല്ലെ. സുന്ദരമായ വീട് എന്ന് പറയുമ്പോൾ എന്താ ഇത്? മനോഹരമായ വീട് എന്ന് പറയുമ്പോൾ അതിനെ വിശേഷിപ്പിച്ചാണ്. ഒരു മരം എന്ന് പറയുമ്പോൾ നോർമൽ ഒരു മരമാണ് അല്ലെ. വലിയ മരം എന്ന് പറയുമ്പോൾ എന്താണ് അതിനൊരു വിശേഷണമായി. അതേമാതിരി തന്നെ ഉള്ളൂ ഈ വിശേഷണ പദം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? സുന്ദർ വൃച്ച്, സുന്ദരമായ മരം. പിന്നെ എന്താണ്? ലാല് ഫൂല്, ചുമന്ന പൂവ്. പിന്നെ സഫേദ് ചാദർ, വെള്ള വിരിപ്പ് അല്ലെ. വിശേഷണം എന്താണ്? അപ്പൊ അതേപോലെ ശബ്ദങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ പാഠഭാഗത്ത് നിന്ന് നോക്കുക, ആ നോക്കി ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട പരിപാടികൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ബദായി കാർഡ്, കത്ത്, അത് എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് ആ മിസ്റ്റേക്കുകൾ ഒന്ന് മാറ്റി ക്ലിയർ ആയിട്ട് എഴുതുക. അതേപോലെ പോസ്റ്റർ ഒന്ന് എഴുതി നോക്കുക. ആ എഴുതി നമ്മളെ ഗ്രൂപ്പിൽ വെക്കുക. കേട്ടില്ലേ? അപ്പൊ മക്കളെ, ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നേരിട്ട് നമുക്ക് കാണാൻ വയ്യ. അപ്പൊ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അർത്ഥം പഠിക്കുക, വാക്ക് പഠിക്കുക, വായിക്കാനുള്ളതൊക്കെ നോക്കുക. അക്ഷരത്തിലായിരിക്കും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പഠിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് അയക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്കിനി കാണാം.